നിർത്താത്ത ഡ്രൈവറുണ്ട്. കൈ കാണിച്ചാൽ വണ്ടി നിർത്തണം. ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന കൈ കാണിച്ച് വണ്ടി നിർത്തിയില്ലെങ്കിൽ എല്ലാ വണ്ടിയിലും ക്യാമറ വയ്ക്കാൻ തീരുമാനിച്ചു. മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന സന്ദേശവുമായി KSRTC ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തി വിതുര KSRTC ഡിപ്പോയിലും ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി. വാഹനമോടിക്കുന്നതിന് കൃത്യമായ പരിശീലനം നൽകി കേരളത്തെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ രാജ്യത്തിനാകെ മാതൃകയാക്കാനാണ് ഇതുവഴി സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഡ്രൈവിംഗ് സ്കൂളിന് പുതിയ മന്ദിരം നിർമ്മിക്കാൻ G. സ്റ്റീഫൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ അനുവദിച്ചു. ജനങ്ങൾ അവരുടെ ഗതാഗത സൗകര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് KSRTC ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ പ്രദേശത്തെ എന്നല്ല, കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ KSRTC ആശ്രയിച്ചാണ് അവരുടെ യാത്രയ്ക്കുള്ള സൗകര്യം തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കണം, ഈ ക്യാമറ നമ്മൾ പരിശോധിക്കും. കണ്ടക്ടറുടെ അനുവാദം ആവശ്യമില്ല. വഴിയിൽ നിന്ന് കൈ കാണിച്ചാൽ ഡ്രൈവർ വണ്ടി നിർത്തിയിരിക്കണം. നിർത്താത്ത പക്ഷം പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അല്ലെങ്കിൽ വിജിലൻസ് പരിശോധിക്കും. എവിടെ നിന്നാണോ ഡ്രൈവർ, ഇപ്പൊ വിതുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ബസ്സിൽ ഡ്രൈവർ വണ്ടി 2 പേര് കൈ കാണിച്ചു, നിർത്താതെ പോയ 2 പേരുടെ ടിക്കറ്റിന്റെ കാശ് ഡ്രൈവർ തരേണ്ടി വരും കേട്ടോ. എല്ലാവർക്കും ഒരു കണ്ടക്ടർ പണം നഷ്ടപ്പെട്ട ആ കണ്ടക്ടർ കയ്യിൽ നിന്ന് വയ്ക്കണം എന്ന് പറയുന്ന പോലെ റോഡിൽ നിൽക്കുന്ന ആൾ കൈ കാണിച്ചാൽ നിർത്താതെ പോയാൽ നമുക്ക് നഷ്ടമാകുന്ന പണം, ചിലപ്പോൾ ഈ ആൾ വിതുരേന്ന് കയറി നെടുമങ്ങാട് അങ്ങനെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ബസ് തിരുവനന്തപുരത്തേക്കാണ് ബോർഡ് വെച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്തിനുള്ള പൈസ തരേണ്ടി വരും. സ്വിഫ്റ്റ് ബസ്സുകൾ ഞാനത് പരിശോധിച്ചു, ഡ്രൈവർമാർ നിർത്താതെ പോകണം. 2 സ്ത്രീകളെ ഇടിച്ചു കൊന്നിട്ടും നിർത്താതെ പോകുന്നതിന്റെ സ്വിഫ്റ്റിന്റെ ഡ്രൈവർ എന്നോട് പറയുകയാണ്, 2 പേരെ ജീവൻ രക്ഷിക്കണോ 60 പേരുടെ ജീവൻ രക്ഷിക്കണോ എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ 2 പേര് മരിച്ചോട്ടെ എന്ന് വിചാരിച്ചു എന്നാണ്.